പകൽച്ചൂട് താങ്ങാവുന്നതിലും അധികമാണല്ലേ. സംസ്ഥാനത്ത് അൾട്രാവയലറ്റ് രശ്മികളുടെ തോത് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിരിക്കുന്നത്. തുടർച്ചയായി നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് അൾട്രാവയലറ്റ് രശ്മികളുടെ സൂര്യതാപം, ചർമ്മരോഗങ്ങൾ, നേത്രരോഗങ്ങൾ തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയത്താണ് അൾട്രാവയലറ്റ് സൂചിക ഏറ്റവും ഉയർന്ന നിലയിൽ രേഖപ്പെടുത്തുന്നത് എന്നതിനാൽ ഈ സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, മത്സ്യത്തൊഴിലാളികൾ, ബൈക്ക് യാത്രക്കാർ, വിനോദസഞ്ചാരികൾ എന്നിവർക്ക് പുറമെ പ്രതിരോധശേഷി കുറഞ്ഞവരും ചർമ്മ നേത്ര രോഗങ്ങളുള്ളവരും പ്രത്യേക ജാഗ്രത പുലർത്തണം. വെയിലത്തിറങ്ങുമ്പോൾ കുട, തൊപ്പി, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാനും ശരീരം പൂർണ്ണമായി മറയ്ക്കുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാനും ശ്രദ്ധിക്കണം. യാത്രകൾക്കിടയിൽ തണലുള്ള ഇടങ്ങളിൽ വിശ്രമിക്കുന്നതും ധാരാളം വെള്ളം കുടിക്കുന്നതും നിർജ്ജലീകരണവും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും ഒഴിവാക്കാൻ സഹായിക്കും. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും തെളിഞ്ഞ ആകാശമുള്ളപ്പോഴും അൾട്രാവയലറ്റ് രശ്മികളുടെ സൂചിക ഉയരാൻ സാധ്യതയുണ്ട്. കൂടാതെ ജലാശയങ്ങൾ, മണൽ തുടങ്ങിയ പ്രതലങ്ങൾ ഈ രശ്മികളെ പ്രതിഫലിപ്പിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. സംസ്ഥാനത്തെ 14 സ്റ്റേഷനുകളിലെ തത്സമയ അൾട്രാവയലറ്റ് രശ്മികളുടെ സൂചികാ വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സുരക്ഷാ മുൻകരുതലുകൾ കർശനമായി പാലിക്കുന്നത് വഴി അൾട്രാവയലറ്റ് രശ്മികൾ ഏൽപ്പിക്കുന്ന ആരോഗ്യ ആഘാതങ്ങൾ ഒരു പരിധിവരെ തടയാനാകും. ചെങ്ങന്നൂർ, കോന്നി, മൂന്നാർ എന്നിവിടങ്ങളിൽ അൾട്രാവയലറ്റ് ഇൻഡെക്സ് 8 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത വേണമെന്നും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതായും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര, ചങ്ങനാശ്ശേരി, ഒല്ലൂർ, തൃത്താല, മാനന്തവാടി എന്നിവിടങ്ങളിലെ അൾട്രാവയലറ്റ് സൂചിക 6 മുതൽ 7 രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ മേഖലകളിൽ മഞ്ഞ അലർട്ടാണ് നിലവിലുള്ളത്. വയോധികർ, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, ഹൃദ്രോഗം, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ അസുഖങ്ങളുള്ളവർ, പുറം ജോലികളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾ എന്നിവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും കടൽ തീരങ്ങളിൽ പോകുന്നവർക്കും അധിക ജാഗ്രത വേണം. കടൽ ജലവും മണലും അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ അപകട സാധ്യത ഇരട്ടിയാകും. വയോധികർ, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, ഹൃദ്രോഗം, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ അസുഖങ്ങളുള്ളവർ, പുറം ജോലികളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾ എന്നിവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും കടൽ തീരങ്ങളിൽ പോകുന്നവർക്കും അധിക ജാഗ്രത വേണം. കടൽ ജലവും മണലും അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ അപകട സാധ്യത ഇരട്ടിയാകും. അടുത്ത ദിവസങ്ങളിലും തെളിഞ്ഞ ആകാശവും കുറഞ്ഞ മേഘാവരണവും നിലനിൽക്കുകയാണെങ്കിൽ അൾട്രാവയലറ്റ് തോത് ഉയർന്ന നിലയിൽ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ സൂചന. സ്കൂളുകൾ, കോളേജുകൾ, തൊഴിലിടങ്ങൾ എന്നിവിടങ്ങളിൽ ഉച്ചസമയത്ത് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ പരമാവധി ഒഴിവാക്കാൻ നിർദ്ദേശം നൽകണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്.